ഇവിടെ മോട്ടിവേഷന്റെ സീൻ ഉണ്ടോ? ഇവിടെ സീനില്ല. കുറവല്ലേ? എങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങും? ഇങ്ങനെ ആരാധകർ കൂടിയ എങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങും? ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തായാലും കുറച്ച് ലാഗ് വരും എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ എന്നാലും മാക്സിമം ഞാൻ ലാഗില്ലാതെ നോക്കാം. അപ്പോൾ കുറച്ചായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ചാനൽ തുടങ്ങിയാലും കുറച്ചായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ മടി കാരണം പിന്നെ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയത് കാരണം അത് അങ്ങോട്ട് നടക്കണില്ലേനു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ എന്താ പറയുക, നമ്മളെ ഗ്രീൻ സിവിക്ക് നമ്മൾ റിട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ്. കറക്റ്റ് ഒരു വർഷമാണ്. കഴിഞ്ഞ റമദാനാണ് നമ്മൾ ആ വണ്ടി സെയിൽ ചെയ്ത്. ഇപ്പോൾ കറക്റ്റ് ഒരു വർഷമാണ്. അപ്പോൾ നമ്മളത് റിട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓണർ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, നമുക്ക് തന്നെ അത് റിട്ട് എടുക്കാം എന്നുള്ള പ്ലാനിൽ നമ്മളങ്ങനെ ഓടി വന്നതാണ്. ഗ്രീൻ സിവിക്ക് റിട്ടേൺ കൊണ്ടുവരാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം ഒന്നാമത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഭാഗ്യമുള്ള, നമ്മൾ പറയാമല്ലോ ചില വണ്ടികൾ നമുക്ക് ഭയങ്കര ഭാഗ്യമാണ്. അങ്ങനെ ഭയങ്കര ഒരു ഭാഗ്യമുള്ളൊരു വണ്ടിയാണ്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഒരു 1.5 വർഷം വെച്ച് ബിൽഡ് ചെയ്ത വണ്ടിയാണത്. അത് ബെസ്റ്റ് ഷോ സ്റ്റോപ്പർ 23-24 ബെസ്റ്റ് ഷോ സ്റ്റോപ്പർ അവാർഡ് കിട്ടി. അതല്ലാതെ വേറെ ഓട്ടോ ഷോസിൽ നിന്ന് വേറെ കുറേ പ്രൈസുകൾ കിട്ടി. അങ്ങനെ ഒരു 23-24 ഒരു വിധം ഓട്ടോ ഷോ മുഴുവൻ ഞാൻ ആ വണ്ടിയായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അത്രയും എന്താ പറയുക അത്രയും മെമ്മറീസും അത്രയും ഇമോഷനായിട്ട് ആ വണ്ടിയായിട്ട് കണക്റ്റഡ് ആണ്. വണ്ടി വെറുതെ വീട്ടിൽ കിടക്കുക എന്ന് കേട്ടപ്പോൾ, അത് പൊടി പിടിച്ച് കിടക്കുകയാണ്, യൂസ് ചെയ്യാൻ ആരും ഇല്ല എന്ന് കേട്ടപ്പോൾ നമുക്കൊരു ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്ന് എടുത്തോളാം, നമുക്കത് ഡീലാക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ വണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും കുറച്ച് പണികളുണ്ടാവും, പക്ഷെ പ്രശ്നമില്ല, നമുക്ക് ഓക്കെ ആക്കി എടുക്കണം. എന്തായാലും വണ്ടി ഇപ്പോൾ വരും, ബാക്കി ഞാൻ വണ്ടി വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ, മാക്സിമം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണും. മാഷാ അല്ലാഹ്, വല്ലാതെ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ലല്ലോ. ബെസ്റ്റ് ഷോ സ്റ്റോപ്പർ മുതലാ സഫാനേക്ക് കിടക്കണേ. വണ്ടി കൊണ്ടുവന്ന പുള്ളി നമ്മളെക്കാളും വലിയ ഇൻട്രോവേർട്ടാണ് ഗൈസ്. നമ്മളെ ഓണറിൻ്റെ ഫ്രണ്ടാണ് വണ്ടിയായിട്ട് വന്നത്. മാഷാ അല്ലാഹ്, വണ്ടി ക്ലീനായിട്ടാണ് കൊണ്ടു നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് നല്ലൊരു സെറാമിക് അടിക്കണം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് വണ്ടി ക്ലീനായിട്ടാണ് കൊണ്ടു നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് പരിക്കുകളൊന്നുമില്ല. ഫ്രണ്ടിൽ സ്പ്ലിറ്റർ ഒന്ന് പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്, ബാക്കി പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, ക്ലീനാണ്. നമുക്കിനി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പുതിയ കൺസെപ്റ്റ് എന്തെങ്കിലും കൊണ്ടുവരണതിൽ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഫ്രണ്ട് ചെറുതായിട്ട് സ്പ്ലിറ്റർ പൊട്ടിയിട്ടുണ്ട്. അതുപോലെ ബോണറ്റിലും ചെറിയൊരു പരിക്ക് കാണുന്നുണ്ട്. ബാക്കി ക്ലീനാണ്. കുറച്ച് പണികൾ എന്തായാലും വേണമല്ലോ, ഒരു 1 വീക്കിൻ്റെ വർക്ക് ഉണ്ടാവും. പക്ഷെ ബാക്കി ക്ലീനാണ്. അപ്പോൾ ആ ഡോറെന്ന് പറഞ്ഞേ ആ ഭാഗത്താണത്. ഇതായിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, പുറത്തിറങ്ങിയാൽ പിന്നെ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഇതാണ്. ഇതിങ്ങനെ കാണുമ്പോൾ ഇതിലും വലിയൊരു ഹാപ്പിനെസ് വേറെ ഇല്ലല്ലോ. അപ്പോൾ മാഷും ടീമും മൊത്തം പുറത്തിറങ്ങി കേട്ടോ. മാഷും പിള്ളേരും മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. ഫുൾ ഫോട്ടോഷൂട്ടാണ്.
സഫാൻ എന്താണ് പറയാനുള്ളത്? സഫാൻ ഇതിനെ കുറിച്ച് 2 വാക്ക്. ശരിയായ ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല കാശ്. എങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങും? ഇങ്ങനെ ആരാധകർ കൂടിയാ എങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങും? പറയൂ സഫാനെ, എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇങ്ങനത്തെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ആ അതെ, ഇനി നമ്മൾ ഇതൊന്നും കൂടെ റേറ്റ് ആക്കി നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഗൈസ് ഏകദേശം 1 മണി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴെങ്കിലും വരും കുറച്ച് നോക്കിയേ. വേണ്ട, ഇനി ഫ്യൂർ അടിച്ചിട്ട് നോക്കാം. ഏതായാലും ചേഞ്ച് ആക്കണം, പൊട്ടിയിട്ടുണ്ട്. പെട്രോൾ അപ്പോൾ നമ്മൾ ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞ് ഒറ്റ സ്ട്രെച്ചിൽ എവിടെയും നിർത്തുന്നൊന്നുമില്ല. ഒറ്റ സ്ട്രെച്ചിൽ നാട്ടിലോട്ട് വിടാനാണ് പ്ലാൻ. നമ്പർ പ്ലേറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഷോക്ക് പോകുന്ന സമയത്ത് അന്ന് വെച്ചിരുന്ന പ്ലേറ്റാണ് ഇതൊക്കെ. വണ്ടീൻ്റെ പ്ലേറ്റ്സ് വണ്ടിയുടെ അകത്തുണ്ട്, അത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് നേരെ ഒറ്റ സ്ട്രെച്ച്. രാവിലെ ഒരു 7-8 മണിയൊക്കെ ആവുന്നുണ്ടാവും നാട്ടിലെത്താൻ. നമ്മളിപ്പോൾ കറക്റ്റ് ഉള്ളത് കൂർഗിലാണ്. കുട്ട വഴി നാട്ടിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോവാൻ പ്ലാൻ. സഫാൻ ഡ്യൂട്ട് പോലെ ചവിട്ടിയാ ഫുൾ ത്രോട്ട് ചെയ്താ. യെസ്. ഓ പമ്പുണ്ടാവും. ചെക്ക് പോസ്റ്റ് കിടക്കാണ് ഗായ്സ്. പോട്ടെ. പോസ്റ്റിലാണ് ഗായ്സ്. സീനൊന്നും ഉണ്ടാവുന്നുണ്ടല്ലേ? സഫാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. സഫാനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അരീക്കോട് എത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 7 മണി, ഏകദേശം 7 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും. മഞ്ചേരി എത്തും. ഫൈനലി വീടെത്തി ഗൈസ്. ഈ വണ്ടി ഇപ്പോൾ രാവിലെ വാപ്പയമ്മ എണീച്ച് വരുമ്പോൾ ഇത് കണ്ടാൽ ചോദിക്കും എന്തിനാണ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്.
നമ്മളെ ക്ലാസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ് അൽഹംദുലില്ലാ നമ്മളിതാ സേഫായിട്ട് വീട്ടിലെത്തി. വേറെ വള്ളികളും വേറെ ഇഷ്യൂസ് ഒന്നും കിട്ടിയില്ല, കൂടെയായിരുന്നു. നമ്മളവിടുന്ന് ഒരു 1 മണി 1:15 പോകുന്നത്. ഇവിടെ ഇപ്പോൾ 7 മണി, വീട്ടിലെത്തിയപ്പോൾ ഒരു 7 മണിയായി. നല്ല ടയേർഡാണ്, ഒറ്റ സ്ട്രെച്ചിന് പോകുന്നതല്ലേ, നല്ല ടയേർഡാണ്, ഉറങ്ങിയിട്ടേ ഇല്ല, ഇനിയിപ്പോൾ പോയി ഉറങ്ങണം. പിന്നെന്താ, നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്, എന്തായാലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും, അത് ഒരുപാട് ലാഗ് ഉണ്ട് എന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ട്രയൽ വീഡിയോ ആണ്, ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്താണ് പുറന്നുള്ള റെസ്പോൺസ്. പിന്നെ അതുപോലെ എൻ്റെ സർക്കിളിൽ തന്നെ ഒരുപാട് ട്രോൾസ് കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പുറന്നുള്ള റെസ്പോൺസ് നമുക്ക് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ, ഒരു ആവറേജ് എങ്കിലും ഉണ്ട് എന്നുള്ള ഇതാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഈ മിസ്റ്റേക്സും അതുപോലെ ഈ ലാഗും എല്ലാം ശരിയാക്കി കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മളെ എ ക്ലാസ് പെട്രോൾ A180 എ ക്ലാസിൻ്റെ വർക്ക്സ് അപ്ഡേറ്റ് വീഡിയോസ് ചെയ്യണം. പിന്നെ അതുപോലെ സിവിക്കിൻ്റെ വീഡിയോസ്, ഇതിൻ്റെ സിവിക്കിൻ്റെ അപ്ഡേറ്റുകൾ ചെയ്യണം. പിന്നെ അതുപോലെ നമ്മളെ കയ്യിൽ സെയിൽ ചെയ്യാനുള്ള വണ്ടികളെ വീഡിയോസ് ചെയ്യണം. എല്ലാം വിചാരിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ച് ലാഗ് ഉണ്ട് അറിയാം, നമ്മൾ ശരിയാക്കി എടുക്കാം. പിന്നെന്താ നിങ്ങൾക്ക് വീഡിയോ ഓക്കെ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെയാണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരും ഇൻഷാ അല്ലാ. ഓക്കെ.